അദ്ദേഹം നേരത്തെ മുതലേ ഏതാണല്ലോ പറയുന്നത്, ആൻറ്റി മുസ്ലിമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമുക്കതിനോട് ചോദിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടതും എന്താ തെറ്റ്? തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ച എല്ലാ ലീഡേഴ്സിനും ഞാൻ പോയി കണ്ടു, അദ്ദേഹത്തെ മാത്രമല്ല കണ്ടത്. അതിനെന്താ തെറ്റ്? ഞാനത് പലതവണ ഏത് ചാനലാണ്? 24. സാധാരണ റിപ്പോർട്ടറാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ കൈരടിയും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമില്ല. ഇനി ഞാൻ ശോഭിക്കത്തുമില്ല, അങ്ങനെ വിചാരിക്കണം. ഒരു കാരണവശാലും ശോഭിക്കത്തില്ല. എന്ത് വേണം, ശരീരത്തെ അടിക്കാതിരുന്ന വെച്ചാൽ മതി. അതായത് കേരളത്തിലെ ജനസംഖ്യയിൽ 33% ഈഴവരാണ്. അവരെല്ലാം സുമോട്ടോ SNDP ആണെന്നാണ് സങ്കല്പം. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്താലും ഇല്ലെങ്കിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ SNDP യോഗം എനിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. ഇവിടെ NSS പ്രവർത്തിച്ചു. കത്തോലിക്ക വോട്ട് മൊത്തം എനിക്കായിരുന്നു. ഏറ്റവും അത്ഭുതകരം, മുസ്ലിം ബൂത്തുകളിൽ 99% എനിക്കാണ് ഭൂരിപക്ഷം. ഇപ്പോഴല്ല, 2014 അങ്ങനെയാണ്. ആ സെക്രട്ടറി പ്രസാദ് ആദ്യത്തെ ബൂത്ത് തന്നെ എപ്പോഴും എനിക്ക് ഭൂരിപക്ഷം. അപ്പോൾ ഞാൻ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയില്ലേ, ഇവിടുന്ന് ഞാൻ പോയല്ലോ, ഇതൊക്കെ വലിയ സന്തോഷമായി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം മാത്രം പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. ഈസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് SNDP. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്തിനാണ് കാണുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്, ഞങ്ങളുടെ ഒന്നും അല്ലല്ലോ. മുസ്ലിം വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഏതവനെ എഴുതാൻ വയ്യാത്ത സോഷ്യൽ മീഡിയ ഞാൻ വായിക്കാറില്ല. സോഷ്യൽ മീഡിയ മുസ്ലിം ജനവിഭാഗമാണ് എനിക്ക് വോട്ട് ചെയ്താൽ ഒന്നാമത് നിൽക്കുന്നത്. അവർക്കെന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ ഇനി എങ്ങനെയാണെന്ന് ആർക്കറിയാം. അപ്പോൾ ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്, പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അങ്ങനല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അല്ലേ ഞാൻ ജയിച്ചത്. അവിടെ 19,000 വോട്ട് എനിക്ക് കിട്ടിയല്ലോ. CPM-ൻ്റെ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുമായിരുന്നല്ലോ. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനും എന്നോട് ചോദിച്ചില്ല. ഒരാത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു.